സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ശമ്പളമില്ല, ഓഫീസുകൾ പൂട്ടുന്നു. വളരെ 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 വലിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ അമേരിക്കയ്ക്ക് തിരിച്ചടിയാവുകയാണോ? ലോകരാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ തീരുവ, അതുപോലെ ലോകരാജ്യങ്ങളിലുള്ള വസ്തുക്കൾ ഇറക്കുമതിക്കുള്ള തീരുവ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിക്കുഴച്ച് നാശക്കോട്ടയാക്കിയപ്പോൾ അമേരിക്കയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ അത് ബാധിച്ചു തുടങ്ങി. വലിയ വിലക്കയറ്റമാണ് ഇപ്പോൾ അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളടക്കം അവിടുത്തെ സംവിധാനങ്ങൾ, സർക്കാർ എന്നുള്ളിൽ അവിടുത്തെ സംവിധാനങ്ങൾ, ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ സ്റ്റാഫിനെ കുറയ്ക്കുന്നു, പലരെയും പിരിച്ചുവിടുന്നു. വളരെ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും പലവട്ടം അമേരിക്കയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു. ഫാക്ടറികളിൽ കട്ട് ഡൗൺ നടക്കുന്നു, ഓഫീസുകൾ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സ്തംഭനാവസ്ഥയിൽ, വളരെ വലിയ തോതിലുള്ള സ്തംഭനാവസ്ഥയിലേക്കാണ് സർക്കാരിൻ്റെ പരിപാടികൾ പോകുന്നത്. ഈ സാഹചര്യം ഒഴിവാക്കാനുള്ള വലിയ ചർച്ചകൾ ഉണ്ട്. പ്രധാന പ്രശ്നം ഗവൺമെൻറ്റിൻ്റെ ആവർത്തന ചെലവ് ഫണ്ട് ഉറപ്പാക്കാനുള്ള താൽക്കാലിക ഫണ്ടിംഗ് ബിൽ സംബന്ധിച്ച് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി. അതുമാണ് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട. ബില്ലിൽ ആരോഗ്യ സേവന മേഖലയ്ക്ക് കൂടിയുള്ള ഫണ്ടിംഗ് ഉറപ്പാക്കണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബില്ലിൽ നിന്ന് ഇനി കൂട്ടിച്ചേർക്കലിൽ പറ്റില്ലെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയായ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അങ്ങനെ അവിടുത്തെ ബില്ലുകളെ സംബന്ധിച്ച് പ്രശ്നങ്ങളായപ്പോൾ ഡെമോക്രാറ്റുകൾ കടുത്ത വിമർശനവുമായിട്ടാണ് രംഗത്ത് വന്നത്. ഡെമോക്രാറ്റിക് നേതാക്കളുടെ ചർച്ച ഇതിനിടെ ട്രംപ് ഏകപക്ഷീയമായി റദ്ദാക്കി. അവരുമായി ചർച്ചയൊന്നുമില്ല എന്ന് പറഞ്ഞു. വലിയ വിഷയമായി. ഗവൺമെൻറ് അടച്ചുപൂട്ടലിൻ്റെ പോകുന്ന സ്ഥിതിയോടെ ട്രംപ് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായി. പക്ഷേ ട്രംപ്, ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ, സെനറ്റ് മൈനോറിറ്റി ലീഡർ ജോൺ ട്യൂൺ എന്നിവർ നാളെ സെനറ്റ് മൈനോറിറ്റി ലീഡർ ചെക്ക് ഷുവർ, ഹൗസ് മൈനോറിറ്റി ലീഡർ ഹക്കിം ജെഫറീസ് എന്നിവരുമായി നാളെ വൈറ്റ് ഹൗസിൽ ചർച്ചയ്ക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഷട്ട് ഡൗൺ നടക്കുന്നു. വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച പൊളിഞ്ഞാൽ അമേരിക്ക കാത്തിരിക്കുന്നത് കടുത്ത പ്രതിസന്ധിയാണ്. ഗവൺമെൻറ് ഷട്ട് ഡൗൺ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ആശുപത്രി സേവനങ്ങൾ, അതിർത്തി പട്രോളിംഗ്, എയർ ട്രാഫിക് കൺട്രോൾ എന്നിങ്ങനെ വിവിധ അത്യാവശ്യ മേഖല ഒഴികെയുള്ള സർക്കാർ സംവിധാനങ്ങൾ അടച്ചുപൂട്ടലിലേക്ക് പോകും എന്നാണ് കേൾക്കുന്നത്. പാസ്പോർട്ട് ഓഫീസുകൾ, ട്രാവൽ, ടൂറിസം, മ്യൂസിയം തുടങ്ങിയവയും പ്രവർത്തിക്കില്ല. സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കെയർ സേവനങ്ങൾ ലഭിക്കുന്നില്ല. ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകൾക്കുള്ള തീരുമാനം വൈകുന്നു. ഓഹരികൾ വിപണികൾ നഷ്ടം നേരിടുന്നു. മുൻകാലങ്ങളിൽ ഇത്തരം ഗവൺമെൻറ് ഷട്ടഡൗൺ ഉണ്ടായത് അമേരിക്കയുടെ GDPയിൽ മില്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അമേരിക്ക വളരെ കരുതലോടെയാണ് നീങ്ങുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും തമ്മിലുള്ള കടുത്ത ശീതസമരത്തിൽ അമേരിക്കയിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. ഈ പ്രതിസന്ധി മാറുമോ? ചർച്ചകൾ നടത്തി മഞ്ഞുരുകുമോ? അതോ അമേരിക്ക മൊത്തം ഷട്ട് ഡൗണിലേക്ക് പോകുമോ?